പലരും വീട്ടിലെ കാര്യങ്ങൾ, തിരക്കുകൾ എന്നൊക്കെ പറഞ്ഞ് അവരുടെ പഠനം മാറ്റി നിർത്തുന്നവരാണ്. എനിക്കും വീട്ടിൽ പല ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്ത് അതിൽ ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക, ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്യുക, കറണ്ട് അഫെയർ ഒക്കെ അന്നന്ന് തന്നെ പഠിച്ചു പോവുക. എൻ്റെ പേര് ഷിബില, മഞ്ചേരിയാണ് എൻ്റെ വീട്. ഇക്കഴിഞ്ഞ WCPO NCA ലിസ്റ്റിൽ 12ാം റാങ്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. WCPO ജനറൽ ലിസ്റ്റിലും കോഴിക്കോട് ഫയർ വിമൺ NCA ലിസ്റ്റിലും ഇടം നേടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡിഗ്രിക്ക് ശേഷമാണ് PSC സ്റ്റാർട്ട് ചെയ്തത്. PSC ചൂസ് ചെയ്യാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അങ്ങനെ മഞ്ചേരിയിൽ നല്ലൊരു സ്ഥാപനം എന്ന നിലയിൽ ACE-ൽ ജോയിൻ ചെയ്യുകയും ഇവിടെ ജനറൽ ബാച്ചിൽ ജോയിൻ ചെയ്ത് PSC തുടരുകയാണ് ചെയ്തത്. ഇവിടെ നല്ല ഫാക്കൽറ്റീസ് ആയിരുന്നു നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഡൗട്ടോ കാര്യങ്ങളോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനും അതിനൊക്കെയുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു റീഡിങ് ഫെസിലിറ്റി, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കമ്പൈൻ സ്റ്റഡി ഉള്ളവർക്ക് അതിൻ്റെതായ രീതിയിലുള്ളൊരു റൂമും, അതുപോലെ അല്ലാതെ സിംഗിളായിട്ട് പഠിക്കുന്നവർക്ക് അങ്ങനെ എല്ലാ തരത്തിലും നല്ല സപ്പോർട്ടായിരുന്നു. അത് നന്നായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പഠന രീതി എന്ന് പറയുമ്പോൾ, ഞാൻ രാവിലെ ACE-ൽ ബാച്ചിലുണ്ടായിരുന്ന സമയത്ത് രാവിലെ 9:30 ബാച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഈവനിങ് അത് തീർന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഇരുന്ന് പഠിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ആയിട്ട് പഠിക്കും. അത് ചിലപ്പോൾ അന്നെടുത്ത ടോപ്പിക്കായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടോപ്പിക്കായിരിക്കും നമ്മൾ പഠിക്കുക. അത് കഴിഞ്ഞ് ഇവിടുത്തെ ബാച്ച് തീർന്നതിന് ശേഷം റീഡിങ് നന്നായിട്ട് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ റീഡിങ്ങിന് വന്നിട്ട് 9:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഈവനിങ് ഒരു 5 മണി അല്ലെങ്കിൽ 4:45 വരെ ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് 6:30 തീർന്ന ദിവസങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞ്, എനിക്ക് വീട്ടിൽ മോനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ രാത്രി ഒരു 9:30 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. 9:30 മുതൽ ചില ദിവസങ്ങളിൽ 2 മണി വരെ അല്ലെങ്കിൽ 12:30 വരെയൊക്കെ ഇരുന്ന ദിവസങ്ങളുണ്ട്. മോർണിംഗിലും എണീക്കാറുണ്ട്. 4:30-4 മണിക്കൊക്കെ എണീച്ചിട്ട് രാവിലെ 6 മണി വരെയൊക്കെ പഠിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെയിലി എക്സാം എഴുതും. ഒരു ദിവസം ഒരു വിട്ടുവീഴ്ചയില്ലാതെ എക്സാം എഴുതുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫെയർ എഴുതുന്നുണ്ടായിരുന്നു. കറണ്ട് അഫെയർ ഡെയിലി എഴുതുമ്പോൾ തന്നെ പഠിച്ചു പോകും. റിവിഷന് കറണ്ട് അഫെയറിൽ വളരെ കുറവായിരുന്നു. പലരും വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവരുടെ പഠനം മാറ്റി നിർത്തുന്നവരാണ്. പക്ഷേ ഇതൊന്നൊരു റീസൺ അല്ല. നമുക്ക് മനസ്സിൽ നല്ലൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം റീഷെഡ്യൂൾ ചെയ്ത്, അതായത് നമ്മുടെ ടൈമിംഗ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് ഒരു നല്ലൊരു ടൈം ടേബിൾ വെച്ചിട്ട് തന്നെ ഒരു ദിവസം പഠിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. എനിക്കും ഇതുപോലെ വീട്ടിലെ കാര്യങ്ങൾ, മോൻ്റെ കാര്യങ്ങൾ ഒന്നും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. എല്ലാം ചെയ്തിട്ട് തന്നെ എനിക്ക് കിട്ടുന്ന ഓരോ സമയവും ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ട് പഠിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ PSC പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എക്സ്ക്യൂസുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് നന്നായിട്ട് പഠിക്കുക. നല്ലൊരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്ത് അതിൽ ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക, ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്യുക, കറണ്ട് അഫെയർ ഒക്കെ അന്നന്ന് തന്നെ പഠിച്ചു പോവുക. പിന്നെ SCRT നന്നായിട്ട് പഠിക്കുക. ഈ രീതിയിൽ നമ്മുടെ പഠനം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു PSC ലിസ്റ്റിലും ഇടം നേടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.